അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയെങ്കിലും ആ കാഴ്ചകൾ മനസ്സിൽ നിന്നും മായുന്നില്ല. ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ആ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ലോകത്തിൻ്റെ വിനോദ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഹോളിവുഡ് കാണുവാനായിട്ട് പോയി. ആ ഹോളിവുഡ് മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് നമ്മളവരെ സൗജന്യമായിട്ട് ഹോളിവുഡിൻ്റെ പ്രത്യേക വാഹനത്തിൽ, ഇതുപോലൊരു പ്രത്യേക വാഹനത്തിൽ അവർ നമ്മളെ ഹോളിവുഡ് സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക്, ആ നഗരിയിലേക്ക്, ആ സിനിമാ വ്യവസായ തലസ്ഥാനത്തേക്ക്, ലോക സിനിമയുടെ സംഗമ സ്ഥാനത്തേക്ക് നമ്മളവരിങ്ങനെ കൊണ്ടുവരും. കണ്ടോ, വളരെ വ്യത്യസ്തമായൊരു വാഹനം. അമേരിക്കയിൽ ഒരിടവും ഇതുപോലൊരു വാഹനം നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു ഫണ്ണിയായിട്ട് തോന്നുന്ന, എന്നാൽ ആഠ്യത്വവും സുരക്ഷിതത്വവും ഒക്കെയുള്ള നല്ലൊരു വാഹനം. ധാരാളം ആളുകൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യും. ആ സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും തിരികെ മെട്രോ സ്റ്റേഷനിലേക്ക് വിടാനും മാത്രമായിട്ടുള്ള ഒരു ഷട്ടിൽ സർവീസായിട്ടാണ് ഈ ഒരു യാത്ര അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഹോളിവുഡ് ദ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്നാണ് അവരതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലം, വളരെ സുന്ദരമായൊരു സ്ഥലം, വളരെ ചാരുതയോടെ അതിനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അവർ. ഞാൻ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. എന്നിട്ടും ആ തിരക്ക് അവർണ്ണനീയമാണ്. ധാരാളം വിവിധ ഭാഷക്കാർ, വിവിധ വർഗ്ഗക്കാർ ഇങ്ങനെ ആ ഹോളിവുഡിൻ്റെ പരിസരങ്ങൾ കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്നു. ഈ പുറകിൽ ഈ കാഴ്ച, ഈ കാണുന്നത് മൂവീസിലെല്ലാം കാണുന്ന ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്ലോബാണ്. പലരും വന്ന് ഇതിൻ്റെ മുമ്പ് ഒന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. തൊട്ടടുത്ത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് കൗണ്ടേഴ്സും മറ്റ് ചെറിയ ചെറിയ ഷോപ്സും എല്ലാം നമുക്ക് കാണാം. വളരെ ജനനിബിഡമായ ഒരു സ്ട്രീറ്റ് പോലെ നമുക്ക് തോന്നും. എല്ലാം ഈ ഹോളിവുഡ് തീമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൊച്ചു കൊച്ചു കടകളും കൊച്ചു കൊച്ചു കോഫി ഷോപ്പുകളും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് സ്ഥലങ്ങളുമൊക്കെ ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല തിരക്കാണ്. പല പ്രസിദ്ധമായ സിനിമകളുടെ തീം ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോപ്പൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ്. ആളുകൾ ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കും. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനും പോയി ഒരു ഫോട്ടോ എടുത്തു, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതുപോലെ ആ ഹോളിവുഡുമായി ബന്ധപ്പെട്ട ഫിലിംസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതൊരു നയന മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. സായിപ്പ് കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് ഈ ഭൂമിയുടെ അടിയിൽ പൈപ്പ് ഇങ്ങനെ ഒളിപ്പിച്ചിട്ടിട്ടുണ്ട്. അതെവിടെ കൂടെയാണ് വെള്ളം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല, അത് വരുമ്പോഴേ അറിയാവും. അതൊരു കൗതുകമാണ്. കുട്ടികളിങ്ങനെ കാലുകൊണ്ടോ കൈകൊണ്ടോ അവിടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കും, വെള്ളം അവിടെ നിന്ന് വരുമോ എന്നറിയാനായിട്ട്. അതൊരു കൗതുകരമായ കാഴ്ച. ഒരു നല്ല പാശ്ചാത്യ മ്യൂസിക്കിൻ്റെ അകമ്പടിയും കൂടെ ആകുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചിലപ്പോഴൊക്കെ ആളുകൾ കൈയടിക്കുകയും നല്ല കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, ഇത് കാണാനും ഇതെവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്നൊക്കെ കണ്ടെത്താനുമായിട്ട്. കുറച്ച് നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോൾ അവിടെ തറയിലിങ്ങനെ ഹോളിവുഡിലെ പ്രസിദ്ധമായ നടീനടന്മാരുടെ പേര് ആലേഖനം ചെയ്തിരിക്കുന്ന ഫുട്പാത്ത് കാണും. അപ്പോൾ അവിടെ തങ്ങൾക്കിഷ്ടപ്പെട്ട തങ്ങളുടെ ഫേമസ് സ്റ്റാറിനോടൊപ്പം നിന്ന്, ആ പേരിനോടൊപ്പം നിന്ന് പലരും ചിത്രമെടുക്കുന്നത് കാണാം. എനിക്കൊരു സ്റ്റാറിനെ പോലും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തില്ല. ദ യൂണിവേഴ്സൽ സിനിമാസ് എന്ന് പറഞ്ഞ് അവിടെ ഒരു സിനിമ പ്രദർശനം ചെയ്യുന്ന ഒരു സ്ഥലവും നമുക്കവിടെ കാണാൻ കഴിയും. തൊട്ട് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ കണ്ടില്ലേ, വണ്ടർഫുള്ളായിട്ടുള്ള വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള പലഹാരങ്ങൾ, ടോഫീസ്, ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന കട നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പേര് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, പക്ഷെ പലരും വരുന്നുണ്ട്, ഇത് വാങ്ങുന്നുണ്ട്. ഹോളിവുഡ് സന്ദർശിച്ചവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമായിട്ട് കരുതി പലരും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാനത് വാങ്ങിയില്ല. എൻ്റെ പേഴ്സ് തുറന്നു നോക്കിയിട്ട് വാങ്ങാൻ പറ്റിയില്ല എനിക്ക്. എല്ലാവരും ആ യൂണിവേഴ്സൽ ഗ്ലോബിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചിത്രമെടുത്തു. അത് കണ്ട് ഞാനും ആവേശഭരിതനായിട്ട് വഴിയെ പോയൊരു സായിപ്പ് ചേട്ടനെ വിളിച്ചു നിർത്തി ഞാനും ഒരു പിക്ചർ എടുത്തു. വളരെ മനോഹരമായിരുന്നു. ഹോളിവുഡിലെ കാഴ്ചകളും അമേരിക്കൻ കാഴ്ചകളും മനസ്സിൽ നിന്ന് മായുന്നില്ല. ശുഭദിനം. ഗുഡ് ബൈ.